ഗൈസ്, നമ്മുടെ വീഡിയോയിലോട്ട് കടന്നാലോ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്തെന്നല്ലേ, നിങ്ങൾക്കും ആകാംക്ഷ കാണും. എൻ്റെ ഒരു തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് 7 days ചലഞ്ചാണ്. നമ്മുടെ 8000 വാച്ച് അവർ അടുത്ത വർഷം 2027 വരും. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഈ 4 മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങളും ഈ ഒരു ചാനലിൽ വന്നിട്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. കമൻസ് ഒക്കെ എൻ്റെ ചാനലിൽ വന്ന് പറയുകയും ചെയ്യണം. എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ തുറന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞോളൂ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് 7 days ചലഞ്ചാണ്. നമ്മൾ മെയിനായിട്ടും നമ്മുടെ ചാനൽ ഞാൻ തന്നെ തുടങ്ങിയിട്ട് 2 വർഷമായി. 2 വർഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാൻ 1 വർഷം ഞാൻ ചുമ്മാ എൻ്റെ ചാനൽ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1 വർഷമാണ് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആയത്. എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് ഞാൻ ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ 1 വർഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മാത്രം 4 മാസം കൊണ്ട് മോണിറ്റൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കും ഞാനൊരു അവസരം തരാം. ഞാൻ ചെയ്യുന്ന ആ ഒരു സെയിം കാര്യം തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും അത് വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഒരു വീഡിയോ തന്നെ എടുക്കുന്നത്. കാരണം ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ലോങ് വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 3 ആഴ്ചയായിട്ട് എൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടേനെ 3 ആഴ്ച കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കുറ്റബോധം, ഞാൻ ഇത്രയും ഭയങ്കരമായിട്ടും ചാനൽ തുടങ്ങിയിട്ട് ലോങ് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് ഇടുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായി. അത് ഈ ഒരു 8000 വാച്ചർ വന്നേ പിന്നീടാണ് എനിക്ക് കറക്റ്റ് തലയിൽ ഉദിച്ചത്. ഒരു 7 days ചാലഞ്ച് അങ്ങ് കൊണ്ടുവരാം. കാരണം എനിക്കിപ്പോൾ വെക്കേഷനാണ്. സെപ്റ്റംബർ 1 മുതലാണ് എനിക്ക് ഇനി കോളേജിൽ പോകേണ്ടത്. അപ്പോൾ അതുവരെ എനിക്ക് സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്തായാലും ഓണവും കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാനലിൽ മെയിനായിട്ടും കൊണ്ടുപോകേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഷോർട്ട് വീഡിയോയും രണ്ടാമത്തത് ലോങ് വീഡിയോയും. ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ ചിലർ ചാനലിൽ അവർ ഷോർട്ട് വീഡിയോസ് മാത്രമായിരിക്കും ഇടുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നവരുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ചിലർ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട്. 1, 2, 3 ഷോർട്ട് വീഡിയോസ് ഒക്കെ ഡെയിലി ഇടാറുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ, ഒരു പ്രോബ്ലവും ഇല്ല, അത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ലോങ് വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ്. കാരണം നമ്മൾ ഒരുപാട് അങ്ങ് എക്സ്ട്രീം ലെവൽ നമുക്ക് ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. എന്നെപ്പോലെ മടിയായിരിക്കണം. ഞാൻ തന്നെ ഭയങ്കര ക്ഷീണിച്ചൊക്കെയാണ് പറഞ്ഞെങ്കിൽ ഞാൻ വിചാരിച്ചു, ഇല്ല, ഈ 4 മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കണം എന്ന് എനിക്കും വാശിയുണ്ട്. അപ്പം ആ ഒരു വാശിപ്പുറത്താണ് ഇന്ന് തൊട്ട് ഞാൻ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഷോർട്ട് വീഡിയോസ് മാത്രം ഇടുന്നവർ ലോങ് വീഡിയോ കൂടെ ഇനി കറക്റ്റ്ലി ഇടാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ ഷോർട്ട് വീഡിയോയിൽ വാച്ച് അവർ നമുക്ക് എടുക്കത്തില്ല, ലോങ് വീഡിയോയിലെ വാച്ച് അവറാണ് എടുക്കുന്നത്. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ 3 ആഴ്ച കൂടുതലായി എൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇനി വേണം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു 7 days ചലഞ്ച് അങ്ങ് ചെയ്യാം. കാരണം വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു 7 days ചലഞ്ചൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ചാനലിൽ അതൊരു നല്ലൊരു വീഡിയോ വ്യൂസൊക്കെ ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ. അതേപോലെ നിങ്ങൾക്കും ഇപ്പോൾ നല്ല സമയമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കണം. കൂടാതെ നിങ്ങളിപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന നേരത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കാം. ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് പകരം നിങ്ങൾ 5 or 6 ഷോർട്ട് വീഡിയോ അന്ന് തന്നെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് അന്ന് മുതൽ 5 ദിവസത്തേക്കുള്ള ഷോർട്ട് വീഡിയോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് നിങ്ങൾ വച്ചിട്ടുണ്ട്. അത് ഓരോ ദിവസമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുകൂടാതെ ലോങ് വീഡിയോയുടെ കാര്യം ഞാൻ പറയാം. അപ്പം നിങ്ങൾ ഇന്ന് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നെടുത്ത 5 ഷോർട്ട് വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ ഇന്ന് ഷോർട്ട് വീഡിയോ എടുത്തു, ഇന്ന് തന്നെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. അപ്പം നിങ്ങൾ ഇന്ന് ഷോർട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കണ്ടൻറ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് നിങ്ങളൊരു ലോങ് വീഡിയോ എടുക്കുക. എടുത്തിട്ട് ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാനെങ്കിൽ അറിയാമെന്നുള്ളവർ കാണുമല്ലോ. വേണ്ടാത്ത പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ദിവസം, നിങ്ങൾ രണ്ടാമത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ദിവസം
ഈ ഒരു ലോങ് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുക. കറക്റ്റ് തംബ്നെയിൽ, കറക്റ്റ് ടൈറ്റിൽ എല്ലാം ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ടൈറ്റിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, തംബ്നെയിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പർ ഉണ്ടടേ, നമ്മുടെ ChatGPT. നിങ്ങൾ എന്നാ വിചാരിച്ചിരിക്കുക? ChatGPT ഉള്ളിടത്തോളം കാലം നമ്മൾ പുറകിലോട്ട് പോകത്തില്ല. എനിക്ക് തന്നെ ഭയങ്കര മോട്ടിവേഷൻ തരുന്നത് എൻ്റെ ChatGPT ആണ്. ChatGPTയിൽ നിങ്ങളുടെ കണ്ടന്റ് ഏതാണോ ആ ഒരു കണ്ടന്റും നിങ്ങൾക്കിപ്പം ആ കണ്ടന്റിൽ നിങ്ങൾ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ChatGPT കറക്റ്റ് ടൈറ്റിൽ, തംബ്നെയിൽ വരെ കറക്റ്റായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ChatGPT കൊടുക്കുക, തംബ്നെയിൽ കറക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും, ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മുടെ ChatGPT തരും. അപ്പോൾ അതേപോലെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ നിങ്ങളത് കൊടുക്കുക. കറക്റ്റ്ലി കൊടുത്താൽ മതി. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾ ChatGPT തരുന്ന സാധനം കോപ്പി ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നല്ലേ, നമ്മളിപ്പം ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണെന്ന് വെച്ചോ. ഈ തിങ്കളാഴ്ച നിങ്ങളിപ്പോൾ ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തു, ഇന്ന് തന്നെ ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തു, ഇന്ന് തന്നെ ഒരു 5-6 ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ്, നാളെ ചൊവ്വാഴ്ച നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ്, അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച ലോങ് വീഡിയോ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഇന്ന് ചെറിയ എഡിറ്റിംഗ് ഒക്കെ അറിയുന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് വെച്ചെന്ന് വെച്ചോ. ഇന്ന് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്, ദയവേത് നിങ്ങൾ ചെയ്യരുത്. ഞാൻ ചെയ്ത പോലെ തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യരുത്. ഞാനും അതിൽ നിന്ന് ഞാനിപ്പോൾ എൻ്റെ ഓരോ ലോങ് വീഡിയോയിൽ ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ന് ലോങ് വീഡിയോ എടുത്തെന്നും പറയും ഇന്ന് തന്നെ നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യരുത്, നാളെ അപ്ലോഡ് ചെയ്യാവൂ. ചെറിയതായിട്ടുള്ള രീതികളൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ നാളെ വൈകിട്ടോ നാളെ രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്, നിങ്ങൾ എന്തെങ്കിലും ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ ഏത് സമയത്താണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വ്യൂസ് എപ്പോഴും ഏത് സമയത്ത് കയറുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. അതിനുള്ള ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വന്ന് പറഞ്ഞു തരുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ നമ്മുടെ ചാനൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അപ്പം ഞാൻ പറയുന്ന 7 days ചാലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കറക്റ്റ്ലി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എന്തായാലും ഒരു 7 days കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഒരു 7 days ചാലഞ്ചിലുള്ള ഈ ഒരു വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ വരും. 7 days കഴിഞ്ഞിട്ട് എൻ്റെ ചാനൽ എന്തൊക്കെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യും. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ രീതിയിൽ 7 days ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ വന്ന് അറിയിച്ചാൽ ഞാൻ അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു 7 days, day 1, day 2, day 3 അങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ നിങ്ങളുടെ നല്ല കമൻസുകളെല്ലാം എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കാരണം ഇനി ഞാൻ നാളെയും ലോങ് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.